Praise be to our God. നമ്മുടെ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. So we have so many visitors from other places this morning. മറ്റ് സഭകളിൽ നിന്ന് അനേകം സന്ദർശകർ ഇന്ന് രാവിലെ ഇവിടെയുണ്ട്. Yeah, we all know the reason that we are here today, even myself. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ ഈ സഭയിലേക്ക് ഈ സ്ഥലത്തേക്ക് ഇന്ന് വന്നതിൻ്റെ പ്രത്യേക സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ. That's all because of Unnikutan, the celebration of his life. ഉണ്ണിക്കുട്ടന് വേണ്ടി തൻ്റെ ജീവിതത്തെ നമ്മൾ ഒന്ന് ഓർക്കുകയും അനുസ്മരിക്കുകയും ദൈവത്തിന് സ്തുതി കരറ്റുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. So there is a note of sadness, but there is joy. നമ്മളിവിടെ ഇരിക്കുന്നത് ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒരു അവസ്ഥയിലാണ്. അതേസമയം തന്നെ ഒരു സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വികാരവും കൂടിയുണ്ട്. So let me just read a scripture portion this morning. I hope this will be comforting to each one of us. ഒരു വേദഭാഗം ഞാൻ വായിക്കട്ടെ. ഇത് നമുക്ക് ഉള്ള എല്ലാവർക്കും ആശ്വാസത്തിന് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 Timothy chapter 4 verse 7. തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 7-ാം വാക്യം. I have fought the good fight, I have finished the race, I have kept the faith. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. These are the last words of one of the greatest man lived on the face of this earth after our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അവസാനത്തെ വാക്കുകളാണ്. Last words of famous people are cherished and nourished by his fans or people who follow them. നമുക്കറിയാം, പ്രഗത്ഭരായ ആളുകൾ അവസാനം പറഞ്ഞ വാക്കുകൾ നമ്മൾ ഇങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. This is known as the deathbed communication, 2 Timothy, and especially chapter 4. പൗലോസിന്റെ മരണക്കിടക്കയിൽ നിന്ന് എഴുതിയത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ലേഖനമാണ് ഈ അധ്യായമാണ് 2 തിമോത്തിയോസ് 4-ാം അധ്യായം. And he is writing to Timothy the things that he should be aware of and to take care in the next few years. അടുത്ത ചില വർഷങ്ങളിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളും ആ കാര്യങ്ങളെക്കുറിച്ച് നല്ല ഒരു ബോധവും ഒരു കാര്യങ്ങളെ നന്നായിട്ട് ഗ്രഹിച്ച് അറിയണമെന്ന് പൗലോസ് ആഗ്രഹിച്ചെഴുതുന്ന വാക്കുകളാണ്. So as some people said, as he is penning down his words, Nero is sharpening the sword for his life. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പൗലോസ് ഈ വാക്കുകൾ തൻ്റെ തൂലികയിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നീറോ ചക്രവർത്തി തന്നെ കൊല്ലുവാൻ വേണ്ടിയുള്ള വാളിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. It is said, somebody said that, some historians, AD 68 June 8, that is the date Paul gave his life to his master. AD 68 ജൂൺ 8-ാം തീയതിയാണ് പൗലോസിനെ കൊന്നത് എന്ന ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. So as a Roman citizen, he could not be thrown into lions then. That is why he was executed. റോമ പൗരനായതുകൊണ്ട് സിംഹങ്ങളുടെ ഗുഹയിൽ പൗലോസിനെ ഇടുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് തന്നെ ഇപ്രകാരം കൊന്നത്. That is why he was put in a very dark dungeon. It's not above the earth, it is under the earth like a tunnel. അതുകൊണ്ടാണ് ഭൂമിക്ക് വളരെയധികം ഒരു തുരങ്കം പോലെയുള്ള മാതിരിയിൽ വളരെ ഇടുങ്ങിയ ഒരു കാരാഗ്രഹത്തിന്റെ അറയിലേക്ക് പൗലോസ്. There was total darkness. അവിടെ പരിപൂർണ അന്ധകാരമായി. He couldn't even stand himself up. തനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ഉയരം പോലും ആ മുറിക്കില്ലായിരുന്നു. He had lot of discomfort. വളരെയധികം അസ്വസ്ഥതകൾ തനിക്കുണ്ട്. When we read this portion, we can understand that he went through loneliness. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെയധികം ഏകാന്തതയിലൂടെ പൗലോസ് He went through discomfort. വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടായി. He went through great opposition. വളരെയധികം എതിർപ്പ് തനിക്കുണ്ടായി. And he went through rejection. മറ്റുള്ളവരാൽ നിരാകരിക്കപ്പെട്ട ഒരവസ്ഥയുണ്ടായി. So by keeping this in mind, let us read this portion, chapter 4, 1-7. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. And this will help us to think about what is important in life. ജീവിതത്തിൽ എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. Unnikutan went to be with his master at the age of 34 or 33. 33-ാമത്തെ വയസ്സിൽ ഉണ്ണിക്കുട്ടൻ താൻ പ്രതീക്ഷയും വെച്ച തന്റെ യജമാനന്റെ അടുത്തേക്ക് പോയി. That is the Lord's age when he lived on this earth. അതാണ്
I mean, Jesus. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ച ആ കാലഘട്ടവും അത് തന്നെയാണ്. We may think that he died young, നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം വളരെ ചെറുപ്പത്തിൽ ഈ ഭൂമിയിൽ നിന്ന് but മാറ്റപ്പെട്ടു. that is a complete life. എന്നാൽ അത് പൂർണ്ണമായ ഒരു ജീവിതമാണ്. I don't know how many years Paul lived. പൗലോസ് എത്ര വർഷം ജീവിച്ചു എന്ന് കൃത്യമായി എനിക്കറിയില്ല. Maybe he died in his late 50s. ഒരുപക്ഷെ തന്റെ 60 അടുത്തുള്ള സമയത്തായിരിക്കാം മരിച്ചത്. But he lived a complete life. എന്നാൽ അപ്പോസ്തലനായ പൗലോസും പൂർണ്ണമായ ഒരു ജീവിതമാണ് നയിച്ചത്. And how he is addressing his life. തന്റെ ജീവിതത്തെ കുറിച്ച് എങ്ങനെയാണ് താൻ സ്വയം സംബോധന ചെയ്യുന്നത്? I have fought the good fight. ഞാൻ നല്ല പോർപ്പൊരുതി. I have finished the race. ഞാൻ ഓട്ടം തികച്ചു. I have kept the faith. ഞാൻ വിശ്വാസം കാത്തു. If we could say that at the end of our life, that will be a beautiful story of our life. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ഈ വാക്യം പറയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര മനോഹരമായ ഒരു കാര്യമാണ്. I think Unnikutan was hurrying to be with his master. എനിക്ക് തോന്നുന്നത് തന്റെ യജമാനന്റെ അടുത്തേക്ക് പോകാൻ ഒരു അല്പം തിടുക്കത്തിലായിരുന്നു ഉണ്ണിക്കുട്ടൻ. Only 12 years medical science guaranteed him. 12 വർഷം കാലം മാത്രമാണ് വൈദ്യശാസ്ത്രം ഉണ്ണിക്കുട്ടന് സമയം. He lived 20 plus years. അതിനുശേഷം 20-ലധികം വർഷങ്ങൾ താൻ ജീവിച്ചു. See, God has a purpose giving us life. Whether he is extending or taking our life in the middle of our life, God has a clear purpose. ദൈവം നമുക്ക് ജീവൻ തരുമ്പോൾ ആ ജീവൻ നേരത്തെയാണ് എടുക്കുന്നതെങ്കിലും താമസിച്ചാണ് എടുക്കുന്നതെങ്കിലും കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. I would have died many times in Malawi. ഞാൻ മലാവിയിൽ പല പ്രാവശ്യം മരണത്തെ നേരിക്കണ്ടിട്ടുണ്ട്. Since we went last time, more than 1.5 years now, I got my 8th bout of malaria. കഴിഞ്ഞ ഈ ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് 8ാമത്തെ പ്രാവശ്യവും മലേറിയ അസുഖം എന്നെ ബാധിച്ചു. I don't want to get malaria anymore. എനിക്ക് ഇനി മലേറിയയുടെ ആവശ്യമേ ഇല്ല. അതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. I am carrying medicine all the time. എവിടെ പോയാലും എൻ്റെ കയ്യിൽ അതിനുള്ള മരുന്നുണ്ട്. I am just saying that it was very serious. വളരെ ഗൗരവകരമായ വളരെ ദുർഘടമായ ദിവസങ്ങളായിരുന്നത്. Whether we live or die early or at full age, that is a completion of our life. പൂർണ്ണമായ ജീവിതമാണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ തന്നെ മരണപ്പെട്ടാലും കർത്താവിന്റെ മുമ്പിൽ കാണുമ്പോൾ നമ്മൾ പരിപൂർണമായ ഒരു ജീവിതമാണ്. So let us look into what Paul is writing at the last days of his life. തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന ദിവസങ്ങളിൽ നിമിഷങ്ങളിൽ എന്താണ് പൗലോസ് എഴുതുന്നത്? What his intentions are. തന്റെ ഉദ്ദേശങ്ങൾ എന്താണ്? What he stood for. താൻ എന്തിനു വേണ്ടിയാണ് What നിലകൊള്ളുന്നത്? his heart is yearning for. തന്റെ ഹൃദയം എന്തിനു വേണ്ടിയാണ് കാംക്ഷിക്കുന്നത്? What is his longing. തന്റെ ആഗ്രഹം എന്താണ്? It is not like many of us, definitely. നമ്മളെ പോലെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ പോലെയൊന്നും അല്ല പൗലോസിന്റെ His ആഗ്രഹം. heart was yearning to be with Jesus. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരണം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ He is ആയിരിക്കണം. challenging his disciples. തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ സഹശിഷ്യന്മാരെ ഒക്കെ പൗലോസ് വെല്ലുവിളിക്കുക. There is a note of sadness, but there is there is a joy and victory we can see in his words. പൗലോസിന്റെ വാക്കുകളിൽ ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും ഒരു ധ്വനി ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് സന്തോഷത്തിന്റെയും ചാരിതാർത്ഥ്യത്തിന്റെയും ഒരു ധ്വനിയും, A tone of triumph. വിജയത്തിന്റെ ഒരു ശബ്ദം. So let us read these verses. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. Maybe we can save time. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. Amen. Paul is saying that my time,
My departure is at hand. എന്റെ സമയവും എന്റെ പുറപ്പാടിനുള്ള സമയം എത്തിയിരിക്കുന്നു As I said, this is an autobiography of Apostle Paul. പൗലോസ് തന്റെ സ്വന്തം ജീവചരിത്രം എഴുതുകയാണ്. This is a deathbed communication. തന്റെ മരണക്കിടക്കയിൽ നിന്ന് എഴുതുന്ന അവസാനത്തെ വാക്കുകളാണ്. There are so many things coming into his mind. ഒത്തിരി കാര്യങ്ങൾ പൗലോസിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. Being a pioneer missionary, I can understand each and every word Paul is speaking. ഒരു സ്ഥലത്ത് പോയി ആദ്യത്തെ അവിടുത്തെ മിഷണറി എന്നുള്ള നിലയിൽ പൗലോസിന്റെ ഈ വാക്കുകളൊക്കെ എനിക്ക് വളരെയധികം മനസ്സിലാക്കാം. We have started churches in Kenya, Tanzania and Malawi. കെനിയയിലും ടാൻസാനിയയിലും മലാവിയിലും പോയി ആദ്യമായിട്ട് ചില സ്ഥലങ്ങളിലെ സഭകൾ തുടങ്ങുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. More than 15 churches. 15 സഭകൾ ഇന്ന് അവിടെയുണ്ട്. In all these places, the challenge that we are facing to find the faithful people and equip them, disciple them, mentor them, and to take up the next generation leadership. ഈ സ്ഥലങ്ങളിലൊക്കെയും ഞങ്ങളെ അഭിമുഖീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സുവിശേഷത്തോട് വിശ്വസ്തരായി നിൽക്കുന്നതും വരും തലമുറയ്ക്ക് ഈ വിശ്വാസ സത്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരെയും കണ്ടെത്തുക എന്നുള്ളതാണ്. So if we can do a 3-generational discipleship, that's a success of our Christian life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ 3 തലമുറകളെ ശിഷ്യത്വത്തിലേക്ക് നയിക്കാമെങ്കിൽ അത് നമ്മുടെ ജീവിതം വിജയകരമായി എന്ന് നമുക്ക് കരുതാം. That's what happened to Apostle Paul. That's what happening in Malawi. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചത്. മലാവിയിലും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. But there are so many challenges and concerns coming into his mind. പൗലോസിന്റെ മനസ്സിലേക്ക് ധാരാളം വെല്ലുവിളികൾ ഈ സമയത്ത് കടന്നു Verse 3 says, "For the time will come when they will not endure sound doctrine." അവരെ പത്യോപദേശം, ശരിയായ ഉപദേശം കേൾക്കാത്ത ഒരു സമയം ഉണ്ടാകുന്നു. They will turn away from the right doctrine. അവര് ശരിയായ ആ പ്രബോധന ഉപദേശത്തിൽ നിന്ന് തിരിയുന്നവരാകും. They will listen to the heretical teachings. ആ തെറ്റായ പഠിപ്പിക്കലുകൾ അവര് കേൾക്കും. So with just 20-30 years in ministry, maybe 20 plus years, already the heretical doctrines, false doctrines have crept into the assemblies. ഒരു 20-30 വർഷങ്ങളിൽ താഴെയായിട്ട് എൻ്റെ അനുഭവത്തിൽ നമ്മൾ ശരിയായിട്ടൊക്കെ തുടങ്ങിയെങ്കിൽ ആ പ്രദേശത്തൊക്കെ തെറ്റായ പഠിപ്പിക്കലുകൾ സഭയ്ക്കകത്ത് വരാൻ തുടങ്ങി. See, I'm talking about the first century Christians. ഞാൻ ഇപ്പോൾ പ്രത്യേകം ഇവിടെ പരാമർശിക്കുന്നത് ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികളെ കുറിച്ചാണ്. So he is charging his most beloved lieutenant, faithful guy, Timothy, be watchful in all these things. തനിക്ക് ഏറ്റവും പ്രിയനായ ശിഷ്യൻ, താൻ മകനെ പോലെ കരുതുന്ന ശിഷ്യനായ തിമോത്തിയോസിനോട് പറയാണ്, തിമോത്തിയോസേ, ഈ കാര്യങ്ങൾ നീ പ്രത്യേകം സൂക്ഷിക്കണം. He is longing the presence of Timothy. തിമോത്തിയോസിന്റെ സാന്നിധ്യം തന്റെ അടുത്ത് ഉണ്ടാകണമെന്ന് പൗലോസ് അതിയായി ആഗ്രഹിക്കുന്നു. Timothy joined with Apostle Paul in the second missionary journey, as we see in Acts chapter 14. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് തിമോത്തിയോസ് തന്റെ കൂടെ ചേർന്നത്. Maybe 14 years, 16 years, we don't know. 14-16 വർഷങ്ങളായി കാണും. Now it's about 20 years. ഇപ്പോൾ ഇതാ ഏകദേശം 20 വർഷങ്ങൾ പിന്നിട്ടു. He has been trained by Apostle Paul. അപ്പോസ്തലനായ പൗലോസിനാൽ നേരിട്ട് ശിഷ്യത്വവും പരിശീലനവും ലഭിച്ച വ്യക്തിയാണ്. Not only him, a dozen of people are trained by Apostle Paul. തിമോത്തിയോസ് മാത്രമല്ല, ഏകദേശം 12 ആളുകളെ പൗലോസ് പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നു. But when he is writing his last words, nobody is there. എന്നാൽ തന്റെ അവസാന ദിവസങ്ങളിൽ ഈ വാക്കുകൾ എഴുതുമ്പോൾ തന്റെ അടുത്ത് ആരുമില്ല, except Luke. ലൂക്കോസ് മാത്രമാണ് തന്റെ കൂടെ ഉള്ളത്. Timothy is somewhere in Ephesus, I think. തിമോത്തിയോസ് ഈ സമയത്ത് എഫേസോസ് മേഖലയിലാണ്. So please come. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് വരണമേ. I am feeling loneliness. എനിക്ക് ഏകാന്തത അനുഭവപ്പെടുന്നു. I wish Titus was here. തീത്തോസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. I wish Silas was here. അല്ലെങ്കിൽ സൈലസ് കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. Please bring Mark. മർക്കോസിനെ തിരിച്ചു കൊണ്ടുവരും. Remember 20 years before there was a big argument about Mark. 20 വർഷം മുമ്പ് മർക്കോസിനെ ചൊല്ലി വലിയൊരു വാഗ്വാദം ഉണ്ടായി ഇവരുടെ ഇടയിൽ. But he changed. എന്നാൽ അവിടുന്ന് തനിക്ക് മാറ്റമുണ്ടായി. He was very immature. മർക്കോസ് സംബന്ധിച്ച് വളരെ പക്വത കുറവായിരുന്നു. He left in the first missionary journey. ആദ്യത്തെ മിഷണറി ജേർണിയുടെ ഇടയ്ക്ക് വെച്ച് തന്നെ മർക്കോസ് അപ്രത്യക്ഷനായി. So when it came to the second one, Paul did not want to take him. രണ്ടാമത്തെ മിഷണറി യാത്ര വന്നപ്പോൾ മർക്കോസിനെ കൂട്ടിയില്ല. So Barnabas took him and they went to Cyprus. മർക്കോസിന് പകരം ബർന്നബാസിനെ എടുത്തു, അവർ കുപ്രോസിലേക്ക് പോയി. But all along these years he became a mature Christian. ഈ വർഷങ്ങളുടനീളം എല്ലാം പോയപ്പോൾ ആ സമയം കൊണ്ട് വളരെയധികം പക്വത ആർജിച്ച വ്യക്തി. He became a very useful vessel for God. ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ള ഒരു പാത്രമായി. So don't write off people.
എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ആളുകളെ എഴുതി തള്ളിക്കളയരുത്. With first chance we write off people. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരാൾക്ക് ഒരവസരം കൊടുക്കും, അവരതിൽ നന്നായിട്ട് വിജയിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ അവരെ Most of the people who err, they will be all right when they get a second chance. അനേക ആദ്യത്തെ ചാൻസിൽ ആ ചാൻസ് നഷ്ടപ്പെട്ട അനേകർക്ക് രണ്ടാമതൊരു അവസരം കൊടുത്താൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതം. But we are not willing to give a second or third chance. പക്ഷേ നമ്മളിൽ പലരും രണ്ടാമത് മൂന്നാമത് ഒരു ചാൻസ് കൊടുക്കാൻ നമുക്ക് മടിയാ. But in Malawi, മലാവിയിൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, we give chances to people. ഞങ്ങൾ അനേക അവസരങ്ങൾ ആളുകൾക്ക് ഇങ്ങനെ Second or third chance. രണ്ട് ചാൻസോ 3 ചാൻസോ ഒക്കെ കൊടുക്കും. After many years, we can see them as matured Christians. അനേക വർഷങ്ങൾ കഴിയുമ്പോൾ ഇവർ പക്വതയാർജിച്ച വിശ്വാസികളായിട്ട് ഇവരെ കാണാൻ. The field is not like what we envision or think about. നമ്മൾ ഒരു മിഷണറി പ്രദേശത്ത് പ്രവർത്തിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആലോചിക്കുന്ന കാണുന്നതിലൊക്കെ വളരെ വ്യത്യാസം. There's no brother and people. അവിടെ ബ്രദറുകാരായിട്ട് ആരുമില്ല. We are working in a witchcraft village. ഞങ്ങൾ പ്രവർത്തിക്കുന്ന ആ സ്ഥലത്ത് ഒത്തിരിയധികം മന്ത്രവാദവും കൂടോത്രവും ഒക്കെ ഉള്ള സ്ഥലമാണ്. When we went there, 60 to 70% it was a witchcraft village. ഞങ്ങൾ അവിടെ ആദ്യം ചെല്ലുമ്പോൾ ഏകദേശം 60-70% അവിടെ ഉള്ളവര് ഇതുപോലെയുള്ള മന്ത്രവാദം ഒക്കെ ചെയ്യുന്നവരായിരുന്നു. With 15 years in that particular place where the mission center is, it has come down to 30%, I think. കഴിഞ്ഞ 15 വർഷത്തെ ശുശ്രൂഷയുടെ ഞങ്ങളുടെ വർക്കിന്റെ ഭാഗമായിട്ട് അത് നേരെ പകുതിയായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. You know why? എന്തുകൊണ്ടാണ്? Thousands of kids have heard the gospel. ആയിരക്കണക്കിനുള്ള കുഞ്ഞുങ്ങള്, യുവാക്കള് സുവിശേഷം കേട്ടു. We spent the last 10 months there. We came back in October. ഞങ്ങൾ ഒക്ടോബറിൽ വരുന്നതിന് മുമ്പ്, അതിനു മുമ്പുള്ള 10 മാസം മലാവിയിലായിരുന്നു. There's a team came from Dubai. ദുബായിൽ നിന്ന് ഒരു ടീം അവിടെ വന്നിരുന്നു. We had 630 kids. 630 കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഞങ്ങൾ പ്രവർത്തിച്ചു. We usually pray for more kids. ഞങ്ങൾ കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. But in Malawi we pray for less kids. മലാവിയിൽ ഞങ്ങൾ അവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ മതിയെന്നാണ്. How can you control these 600 unruly kids? 630 പിള്ളേർ ഒരു തരത്തിൽ ഇവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അങ്ങോട്ട് പോകുന്ന 630 എങ്ങനെ നമ്മൾ പരിപാലിക്കും? Those who are regularly coming like 200 kids coming to Havana, being in the mission, they are very disciplined because they are with us, we are teaching them. But these are coming from all over village. അവാന പ്രോഗ്രാമിലൂടെ ഏകദേശം 200-ലധികം കുട്ടികളെ നമ്മൾ നന്നായിട്ട് പരിശീലനവും ശിക്ഷണവും കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഈ 630 കുട്ടികൾ എന്ന് പറയുന്നത് ആ പ്രദേശത്തു നിന്നെല്ലാം വന്ന കുട്ടികളാണ്. According to American standard, we need at least 200 volunteers. അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഒക്കെ വെച്ച് നോക്കിയാൽ ഒരു 200 വോളണ്ടിയർമാരെങ്കിലും വേണം ഈ 600 But we have only 25-30 leaders. ഞങ്ങൾക്ക് 25-30 പേരെ ഉള്ളൂ. So we pray for a manageable kids group like 200 to 300 to 400. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു 200-250 കുട്ടികളെ മാത്രമേ തരാവൂ. The thing I want to say, as a result of children getting saved, they are knowing the Lord, there is a big change happening in that witchcraft village. ഏറ്റവും ചെറിയ തലമുറയിൽ നിന്നുള്ളവരെ സുവിശേഷം അറിയുകയും യേശുക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ സ്വാധീനം മുഖാന്തരം ആ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള മന്ത്രവാദത്തിന്റെ ആഭിചാര ക്രിയകളുടെ എല്ലാ ശതമാനം വളരെ കുറഞ്ഞു. Because they are also taking these kids for their sorcery or magic or whatever thing. കാരണം ഈ മാതാപിതാക്കന്മാര് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അവര് മന്ത്രവാദത്തിനും ആ കാര്യങ്ങൾക്കും എല്ലാം പോകും. Now they are reluctant to go. They won't go because they have heard about Jesus Christ. യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, സുവിശേഷം കേട്ട് ബൈബിളിലെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് ഈ പിള്ളേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ മടിയാ. So Paul was teaching this group of people. Now he is giving his last sermon for them. അതുകൊണ്ട് പൗലോസ് അനേക വർഷങ്ങൾ സമയം ചെലവഴിച്ച് പരിശീലിപ്പിച്ച ഈ ഒരു ഗ്രൂപ്പിന് തന്റെ അവസാനത്തെ വാക്കുകൾ പറയുകയാണ്. The most important thing you need to be watchful about sound doctrines, teachings. ഏറ്റവും മറ്റുള്ളവരെ പരിശീലിപ്പിക്കുമ്പോൾ ഏറ്റവും ഗൗരവകരമായിട്ട് കാണേണ്ടത് ശരിയായ ഉപദേശം, ശരിയായ പ്രമാണം നമ്മൾ പഠിപ്പിക്കണം. So they will turn their ears away from truth. That's what we see. അല്ലെങ്കിൽ അവര് സത്യത്തിൽ നിന്ന് പിന്മാറിപ്പോകും. We claim we are brethren people. നമ്മൾ പറയാറുണ്ടോ ഞങ്ങൾ ബ്രദറുകാരാ. But how many of us really know the truth? എന്നാൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ശരിയായ ഉപദേശം, ശരിയായ പ്രമാണം ദൈവവചനത്തിൽ നമുക്ക് എത്ര? We only claim that Simon Sir and others belong to us. സൈമൺ സാറും അതുപോലെയുള്ള മറ്റ് ഉപദേശിമാരൊക്കെയാണ് ഞങ്ങളുടെ പിതാക്കന്മാരെന്നൊക്കെ
നമ്മൾ പറയാറുണ്ട്. How many of us really know the biblical truth? എന്നാൽ ദൈവവചനത്തിലെ സത്യങ്ങളെ സത്യമായിട്ട് നമുക്ക് എത്ര പേർക്കറിയാം? Paul, as he is leaving away from the scene, he is saying that this is the most important thing in ministry. Teach and train right people and be watchful about the false doctrines. ഈ ഭൂപടത്തിൽ നിന്ന് തന്റെ ജീവിതം അവസാനം താൻ മരണത്തിലേക്ക് നീങ്ങുമ്പോൾ പൗലോസ് ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്ന കാര്യം, നിങ്ങൾ തിമോഥെയോസെ, നിങ്ങൾ ശരിയായ ഉപദേശം മാത്രമേ പഠിപ്പിക്കാവുള്ളൂ. When 30-40 years come, church can slide down. 30-40 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ സഭ പിന്മാറി സഭ പരിപൂർണ്ണമായി. Even in America, the churches that started early 70, look at their condition. I am not naming. അമേരിക്കയിൽ ഞാൻ പ്രത്യേകിച്ച് പേരുകളൊന്നും പറയുന്നില്ല. 1960-കളിൽ 70-കളിൽ തുടങ്ങിയ വലിയ വലിയ സഭകളുടെ ഒക്കെ അവസ്ഥ ഇന്നെന്താണ്? The same happened to Ephesus church. എഫെസോസിലുള്ള സഭയിലോ തന്നെ സംഭവിച്ചത്. One of the best churches in the Christendom. ഏറ്റവും നല്ല സഭകളിലൊന്നായിരുന്നു എഫെസോസിലെ സഭ. Why? എന്തുകൊണ്ടാണ്? Because they were not careful about the teachings, the doctrines. They were not watchful. ശരിയായ കാര്യങ്ങൾ, ശരിയായ ഉപദേശം പഠിപ്പിക്കുന്നതിൽ അവർ ജാഗ്രത കാണിച്ചില്ല. So we need to know the truth. അതുകൊണ്ട് സത്യം, യഥാർത്ഥ സത്യം. Not only that, I know the truth, I need to teach the faithful people. That is where the victory is. നമുക്കിവിടെ വിജയം വരുന്നത് എനിക്ക് ശരിയായ കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നതിലല്ല, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സത്യം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിൽ. Then they need to teach other generation, third generation. അങ്ങനെ വരുമ്പോൾ ആ തലമുറ വരും തലമുറയെ പഠിപ്പിക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് സുവിശേഷത്തിന്റെ വിജയം കാണാൻ കഴിയുന്നത്. That's what Apostle Paul is so much concerned about. അതാണ് അപ്പോസ്തലനായ പൗലോസിന് ഏറ്റവും വലിയ ചിന്ത, തന്റെ ചിന്തയിൽ ഏറ്റവും അധികം തനിക്ക് സ്ട്രെസ് നൽകുന്ന കാര്യം അതാണ്. That is what we are so much concerned. അതാണ് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വലിയൊരു. Not to just say that we went to Africa and did some work. ഞങ്ങൾ ആഫ്രിക്കയിൽ പോയി കുറെ സുവിശേഷ വേല ചെയ്തു എന്ന് പറയുന്നതിൽ so many places we see that once a missionary is leaving the scene, they will say 10 churches within few years, all the churches will go. പല ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും കാണുന്നത്, അവിടെ പ്രവർത്തിക്കുന്ന മിഷണറിമാർ അവിടുന്ന് പോയി ഒരു 10 വർഷം കഴിയുമ്പോൾ അവിടെ ഒരു സഭയും കാണില്ല. So please pray for us. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി. We are discipling a second and third generation. So whatever God started through us, it will continue and they will stand for God. ഞങ്ങളുടെ ദൈവം ആരംഭിച്ച ഈ പ്രവൃത്തി തുടർന്നു പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അടുത്ത 2 തലമുറയെ പരിശീലിപ്പിച്ച് അവർക്ക് ശരിയായ ഉപദേശം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ. So for this reason what we need to do, we need to train up young people. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രായോഗികമാണെങ്കിൽ ചെറുപ്പക്കാരെ, അടുത്ത തലമുറയെ നമ്മൾ പരിശീലിക്കണം. That is where we have failed miserably. നിർഭാഗ്യവശാൽ വേദനയോടെ ഒരു കാര്യം പറയട്ടെ, ആ മേഖലയിൽ നമ്മൾ പരിപൂർണമായി പരാജയപ്പെട്ടു. Most of our leaders' attitude, if they go, let them go. പല സഭകളിലും അവിടെയുള്ള മൂപ്പന്മാരും നേതാക്കന്മാരും ഒക്കെ പറയുന്നത്, അവന്റെ വഴിക്ക് പോകുന്ന പൊക്കോട്ടെ, we just want to be comfortable. ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയിൽ ഒരു കുഴപ്പമില്ല, പോകുന്നവനെല്ലാം പൊക്കോട്ടെ, ഞങ്ങളെ സുഖമായിട്ട് ഇവിടുന്ന് ആരാധിച്ചു. With our traditional lifestyle. നമ്മുടെ പരമ്പരാഗതമായ നമ്മുടെ കുറെ പാരമ്പര്യങ്ങളുമായിട്ട് ഞങ്ങൾ ജീവിച്ചോ. Because we always in a box. We cannot think beyond that box. നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ചട്ടക്കൂടുണ്ട്, ഒരു പെട്ടിയുണ്ട്. അതിനകത്ത് ആ വരമ്പിനകത്ത് മാത്രമേ നമ്മൾ ചിന്തിക്കൂ. Been traveling all over the world. ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ, being part of many missions, അനേക മിഷണറി പ്രവർത്തനങ്ങൾ, being in the mission field, മിഷൻ ഫീൽഡിലായിരിക്കുമ്പോൾ, the most important thing, teach the truth and train the young people to take the ministry. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അടുത്ത തലമുറയെ ശരിയായ ഉപദേശം ഈ ദൈവവചനത്തിൽ നിന്ന് പഠിപ്പിക്കുക. So I told our guys, ഞാൻ എൻ്റെ കൂടെയുള്ള ടീമംഗങ്ങളോട് പറഞ്ഞു, we have a big mission center. അവിടെ ഒരു വലിയ മിഷൻ സെന്റർ, about 12 acres of land, 12 ഏക്കർ സ്ഥലം നമുക്കുണ്ട്. 10 churches in Malawi, മലാവിയിൽ 10 സഭകളുണ്ട്. about 20 workers, evangelists, ഏകദേശം 20 സുവിശേഷ പ്രവർത്തകർ. I told them, ഞാൻ അവരോട് പറഞ്ഞു, next 10 years, അടുത്ത 10 വർഷം, so we will be giving the work completely into your hands. അടുത്ത 10 വർഷം കൊണ്ട് ഞങ്ങൾ ആരംഭിച്ച ഈ ശുശ്രൂഷ നിങ്ങളുടെ കയ്യിലേക്ക് പരമേൽപ്പിക്കുന്നതായിരിക്കും. That's our biggest job, to train them in the proper way. ഞങ്ങളുടെ ഏറ്റവും വലിയ ശുശ്രൂഷ അതാണ്, ശരിയായ നിലയിൽ ഇവരെ പരിശീലിപ്പിക്കുക. Then we'll be standing behind and seeing what these guys are doing. അടുത്ത തലമുറ, ഞങ്ങൾ പരിശീലിപ്പിച്ച ആ തലമുറ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്
ഞങ്ങൾ പിറകിൽ നിന്നുകൊണ്ട് See, വീക്ഷിക്കുന്നു. when we are away 3 months, ഞങ്ങൾ 3 മാസം അവിടുന്ന് മാറി they നിൽക്കും. are doing all the ministry and taking up the ministry, leading the conferences and visiting evangelism, children's ministry, all they are doing. അവിടെയുള്ള സകല പ്രവൃത്തികൾ, കോൺഫറൻസുകൾ, ക്യാമ്പുകൾ, ട്രെയിനിങ് എല്ലാം ഈ അടുത്ത ഞങ്ങൾ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ചെയ്യുന്നത്. Otherwise, our mission is not going to be successful. അല്ലെങ്കിൽ നമ്മുടെ മിഷണറി പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകും. Even for our churches to grow well, go well, we need to train the youngsters. നമ്മുടെ സഭകൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ, ഭാവിയിൽ നമ്മുടെ സഭകൾ ഉണ്ടാകണമെങ്കിൽ ചെറുപ്പക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്ത് പരിശീലനം കൊടുക്കണം. I wouldn't say about all the brethren churches. There are some churches, younger leadership, trained leadership is there. എല്ലാ ബ്രദറും സഭകളും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ദിസ് ചർച്ച് ഇസ് ലൈക്ക് ദാറ്റ്, ബി ട്രെയിൻ. നമ്മുടെ ചർച്ചിൽ ഒത്തിരി യുവാക്കൾക്ക് അവസരമുണ്ട്, പക്ഷേ അനേക സഭയിൽ അതല്ല അതിന്റെ അവസ്ഥ. I am not saying that the older leadership is quitting or getting away from the scene. No. അതായത് നേരത്തെയുള്ള പ്രായമായിട്ടുള്ളവരൊക്കെ, മൂപ്പന്മാരൊക്കെ, അവരെല്ലാം ഇതെല്ലാം ഇട്ടിട്ട് പോവുകയാണെന്നും അല്ല ഞാൻ പറയുന്നത്. They can stand behind. തീർച്ചയായിട്ടും അവർക്ക് പുറകിൽ നിന്ന് Advise and give a hand and guide these young people to take the stage. കൃത്യമായ ഉപദേശം കൊടുക്കുക, പരിശീലനം കൊടുക്കുക, അറിവിന്റെ വാക്കുകൾ, പരിചയത്തിന്റെ വാക്കുകൾ കൊടുത്തുകൊണ്ട് അടുത്ത തലമുറയെ സഭയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ പരിശീലിക്കും. Because young people always make mistakes. കാരണം ചെറുപ്പക്കാർ എപ്പോഴും അവര് തെറ്റുകളൊക്കെ വരുത്തും. You must be there. തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. That is what concerns Apostle Paul. പൗലോസിന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമായിട്ട് Where are you all? Silas or Mark and Titus, all these guys. I wish that you be with me right now. ശീലാസും മർക്കോസും തീത്തോസും നിങ്ങളൊക്കെ എവിടെയാ? നിങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് പൗലോസ് ആഗ്രഹിച്ചു. And he says that all left me. എല്ലാവരും എന്നെ വിട്ടുപോയെന്ന് പൗലോസ് എഴുതിയിട്ടുണ്ട്. Only but Lord stood with me. എന്നാൽ കർത്താവ് എൻ്റെ കൂടെ നിന്നു. He is going through loneliness. വളരെയധികം ഏകാന്തത താൻ അനുഭവിക്കുക. You may think that such a great servant of the Lord, can he go through loneliness? ദൈവം ഇത്രയധികം ഉപയോഗിച്ച ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏകാന്തത അനുഭവപ്പെടുമോ? Yes. തീർച്ചയായിട്ടും ഉണ്ടാവും. All great people of God whom God used, they had their time of loneliness in their life. ദൈവം ഉപയോഗിച്ച പ്രഗത്ഭരായ എല്ലാവരുടെയും ജീവിതം നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ ഏകാന്തതയുടെ ചില ടൈം പീരീഡുകൾ അവരുടെ ജീവിതത്തിൽ Look at Elijah. ഏലിയാവിന്റെ ജീവിതത്തിൽ നോക്കുക. Look at Martin Luther. മാർട്ടിൻ ലൂഥറിന്റെ ജീവിതം നോക്കുക. Nobody stood with him. ആരും കൂടെ നിന്നില്ല. Then he had to say that 1 plus God is equal to majority. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂഥർ പറഞ്ഞു, എന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം. Then he said, you take the whole world but give me Jesus. എന്നിട്ട് മാർട്ടിൻ ലൂഥർ ഇങ്ങനെ എഴുതി, നിങ്ങൾ ലോകം മുഴുവൻ എടുത്തോ, പക്ഷേ എനിക്ക് യേശു ക്രിസ്തുവിനെ തന്നാൽ മതി. We are standing here as a result of Martin Luther because he is a father of Reformation. Before him there was only one church, Catholic Church. മാർട്ടിൻ ലൂഥറിന്റെ തന്റെ തീരുമാനവും തന്റെ ശുശ്രൂഷയും തന്റെ വിളിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് വേർപെട്ട സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് റിഫോർമേഷന് ശേഷം ഇവിടെ നിൽക്കും. So it is normal to go through loneliness. അതുകൊണ്ട് ഏകാന്തത അനുഭവിക്കുന്നതും അതിലൂടെ കടന്നു പോകുന്നതും വളരെ സാധാരണമാണ്. So how we take that issue is very important. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഗൗരവമായിട്ട് കാണുന്നത്? After doing great things in life, Elijah, the great prophet of God, he went through, kind of depression. ഏലിയാവിന്റെ ജീവിതത്തിൽ നോക്കിയാൽ വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തു, വിജയം കൈവരിച്ചു. പക്ഷേ ഒരു വിഷാദ രോഗത്തിൽ താൻ അകപ്പെട്ടിരിക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. When somebody goes through depression, വിഷാദ രോഗത്തിലൂടെ ഒരു വ്യക്തി പോകുമ്പോൾ we will write him off. നമ്മൾ തീർച്ചയായിട്ടും അവരെ എഴുതി തള്ളും. We don't want to associate. നമുക്ക് അവരുമായിട്ട് പിന്നെ ഒരു സമ്പർക്കവും ഇല്ല. We don't want to help. നമുക്ക് അവരെ സഹായിക്കാൻ താല്പര്യമില്ല. We just simply judge that it is because of something. എന്നിട്ട് നമ്മൾ മാറി നിന്ന് പറയാം, അതെ അത് അങ്ങനെ വന്നെങ്കിലേ പറ്റുള്ളൂ, ഏതാണ്ട് കുഴപ്പമുണ്ട്. It can happen to anybody. ഇതാർക്ക് വേണമെങ്കിലും. But those who got timely help, they all got out of that. കൃത്യസമയത്ത് ആ രോഗത്തിനൊക്കെ വേണ്ടിയ സഹായം, വൈദ്യസഹായം, ആത്മീയ സഹായം കിട്ടിയവരൊക്കെ ഇതിനെ അതിജീവിച്ചു. I think most of the depressed people are in US. എനിക്ക് തോന്നുന്നു എൻ്റെ യാത്രയിൽ ഞാൻ കണ്ട ഒരു കാര്യം, അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ വിഷാദ രോഗമുള്ളവർ. Because the situation is totally different from other countries. മറ്റ് ലോകത്തിലെ അനേക രാജ്യങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ അവസ്ഥ വളരെ വ്യത്യാസമാണ്. In the process of Americanization, assimilation and that kind of getting into the system, something will go wrong.
അമേരിക്കയിലേക്ക് വന്നു ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ടൊക്കെ തീരുന്നതിന്റെ ആ പ്രോസസ്സിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. When a homogeneous community live, there's no depression. നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, എല്ലാ നിലയിലും പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ വിഷാദ രോഗം കുറഞ്ഞാണ് Because there is mutual help. കാരണം പരസ്പരം സഹായിക്കാൻ Everybody is for everybody. എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. We are ready to give time for others. മറ്റുള്ളവർക്ക് വേണ്ടി സമയം കൊടുക്കാൻ Here we are running for something. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, അനേക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ When we run for American dream, നമ്മൾ അമേരിക്കൻ സ്വപ്നത്തിന്റെ പുറകെ പോകുമ്പോൾ something will go wrong. അനേക കാര്യങ്ങൾ നമുക്ക് നഷ്ടമാകും. But then we need to step in. എന്നാൽ അത് നമ്മൾ കണ്ട് കാഴ്ചക്കാരല്ല, അതിന്റെ നടുക്കിലേക്ക് നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമാണ്. Elijah went through that. ഏലിയാവ് ഇതിലൂടെ കടന്നു. Timothy went through that. തിമോത്തിയോസ് ഇതിലൂടെ കടന്നുപോയി. Great apostle Paul went through that. അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രഗൽഭനായ പൗലോസ് ഇതിലൂടെ കടന്നു. Great servants of God went through that in their lifetime. അനേക ദൈവദാസന്മാർ ഈ ഒരു കാലഘട്ടത്തിലൂടെ അവർ കടന്നുപോയി. Even we have gone through that. ഞങ്ങളും അതിലൂടെ പോയിട്ടുണ്ട്. Listen to Elijah saying, I am alone. ഏലിയാവ് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്, ആരുമില്ല. After seeing all these great miracles of God, ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തികളും ദൈവം അനേകരെ സംഹരിക്കുന്നതൊക്കെ കണ്ടതിന് ശേഷമാണ് ഏലിയാവ് ഇത് പറയുന്നത്. I am alone. ഞാൻ തനിച്ചാണ്. God said, ദൈവം പറയുന്നു, who told you that you are alone? നീ തന്നെയാണെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? I have reserved 7,000 people who haven't bowed down before Baal. ബാൽ വിഗ്രഹത്തിന് കുമ്പിടാത്ത 7,000 പേരെ ഞാൻ ഇവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. God made it as a surprise for him. ഏലിയാവിനെ ഒന്ന് അത്ഭുതപ്പെടുത്തിയാണ് ദൈവം ചെയ്തത്. Then he could have said that you should have told me God before. ഏലിയാവിന് ഒരുപക്ഷെ പറയാം, ദൈവമേ ഇതെന്നെ നേരത്തെ എന്നോട് പറയാം. Then I would not have gone through loneliness and this great problem. നീ ഇത് എന്നോട് നേരത്തെ പറയുകയും കാണിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിലൂടെ ഞാൻ പോകും. Surprises are surprises. അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്, വിസ്മയങ്ങൾ എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ളതാണ്. We need to pass that bridge. നമ്മൾ ആ പാലത്തിലൂടെ നമ്മൾ നടന്നു പോകേണ്ടത് ആവശ്യമാണ്. 7,000. It's like an army of God. 7,000 പേര് ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന. He thought he is all alone. അവൻ ഏലിയാ വിചാരിച്ചു താൻ മാത്രമേ ഉള്ളൂ. Not 1 people, 2 people, 3 people, 100 people, 7,000 people. 7,000 പേരെ ദൈവം ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഏലിയാവിന് ഇത് അറിയില്ലായിരുന്നു. Sometimes tears will come from our eyes wherever we go. People say, Vinoji, Joyce, we are praying for you daily. ഞങ്ങൾ അനേക സ്ഥലങ്ങളിൽ ഞാനും ജോസും യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളോട് ഒത്തിരി പേര് എന്ന് പറയും, നിങ്ങളെ ഓർത്ത് ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം. People who do not know us only heard our names. ഞങ്ങളുടെ പേര് കേട്ടിട്ടുണ്ട്, ഞങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ പോലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Because nobody else have got my name, Vinoji, VINOJ. അതിന്റെ ഒരു കാരണം ഈ വിനോജി എന്നുള്ള പേര് അധികം ആർക്കും ഇല്ല. അപ്പം പെട്ടെന്ന് ഓർത്തിരിക്കും. Once you know it, you will pray for. ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ആ പേര് ഓർത്തിരിക്കും, എനിക്ക് വേണ്ടി. Even today, Rajan and Larima said, Vinoji, this is first time hearing. I mean, I heard about my name, but this Vinoji name, anyway. ഇന്ന് രാജാനും ലാലിമാമി അത് എന്നോട് ഒന്ന് ഓർപ്പിക്കുകയുണ്ടായി. It's a great comfort to hear that people saying, we are behind you, we are praying for you, everything is okay. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ പുറകിലുണ്ട്, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുമെന്ന് അത് കേൾക്കുന്നത് വലിയ ആശ്വാസവും ധൈര്യവും. Elijah is saying that I might die. ഏലിയാവ് പറയുകയാണ്, ഞാൻ മരിക്കും. He wants to commit suicide. എന്ന് മരിക്കുന്നു മാത്രമല്ല, ഏലിയാവ് ആത്മഹത്യയാണ് ഏലിയാവിന്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. Is there any believer who that thought didn't come even just for a second? ഒരു നിമിഷം പോലും എങ്കിലും ഇതിനെക്കുറിച്ച് ഇതെല്ലാം മതിയാക്കി പോയേക്കാം എന്ന ചിന്ത പലരുടെയും മനസ്സിൽ വന്നിട്ടില്ല. Only thing is that for a spirit-filled Christian, it may not last, maybe just for seconds. ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഒരു നിമിഷ നേരത്തെ. There is great debate that whether believers can commit suicide or not. I'm not going. വലിയ തർക്കം നടക്കുന്നുണ്ട്, വിശ്വാസികൾക്ക് ആത്മഹത്യ ചെയ്യാമോ ഇല്ലയോ എന്നുള്ളത്. So from this point we can understand that suicidal thought can come. ഈ ഇങ്ങനെയുള്ള ദൈവദാസന്മാരുടെ ഒക്കെ ജീവിതം എടുക്കുമ്പോൾ ഇതൊക്കെ മതിയാക്കി ജീവിതം അവസാനിപ്പിക്കാമെന്ന അങ്ങനെയുള്ള ചിന്ത വരും എന്നാണ് ഏലിയാവ്. I might die. ഞാൻ മരിക്കാം. He is thinking in his mind. ഏലിയാവ് മനസ്സിൽ ചിന്തിക്കുകയാണ്, I don't want to be died by that evil lady Jezebel. ജെസബേൽ എന്ന് പറയുന്ന ആ ദുഷ്ട സ്ത്രീയുടെ കൈകൊണ്ട് ഞാൻ മരിക്കുന്നില്ല, ഞാൻ തന്നെ ആ കാര്യം ചെയ്തു. That is why he is saying I might die early. അതുകൊണ്ടാണ് ഏലിയാവ് പറയുന്നത്, ഒരുപക്ഷെ ഞാൻ നേരത്തെ ഭൂമിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടേക്കാം. It is enough. മതി, എനിക്ക് മതി. He also asked God, Lord, why am I living?
ദൈവമേ ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ Why should I prolong my life like this? എന്റെ ജീവിതം എന്തിനാ ഇങ്ങനെ നീട്ടി Is there any quality in my life? What can I achieve and what can I do? എന്റെ ജീവിതം കൊണ്ട് എനിക്ക് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ഉദ്ദേശം അർത്ഥം എന്താണ്? It is enough. മതി, എനിക്ക് മതി ദൈവം. So please take. അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് It is not a good thought. അതൊരു നല്ല ചിന്തയല്ല. It is not a good thought for a spiritual person like him. ഒരു ആത്മീയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നല്ല ചിന്തയല്ല. And then he says, I am no better than my fathers. ഏലിയാവ് പിന്നെ പറയുന്നു, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠനൊന്നുമല്ല. Comparison. അവിടെ നിന്ന് താന് അന്ന് താരതമ്യം ഒരു കമ്പാരിസൺ നടത്തുവാണ്. Is comparison killing us? ഈ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെ നശിപ്പിക്കുന്നില്ലേ? Most of our worries are related with comparison. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ അനേക ആകുലതകളുടെയും കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതം മറ്റാരെങ്കിലുമായിട്ട് ഇങ്ങനെ താരതമ്യ പഠനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Vinoji is Vinoji, there is nobody like him. വിനോജി എന്ന് പറയുന്നത് വിനോജിയാണ്, വിനോജിയെ പോലെ വേറൊരാളില്ല. Biju Chako is Biju Chako, there is nobody like him. ബിജു ചാക്കോ എന്ന് പറയുന്നത് ബിജു ചാക്കോ, അതുപോലെ വേറൊരാളില്ല. God has uniquely created us, specifically endowed us gift and things like talents. ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ഓരോ വ്യക്തിത്വവും ഓരോ വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള ഗിഫ്റ്റുകളും കൊടുത്താണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. Because we don't need to compare. നമ്മൾ നമ്മുടെ ജീവിതം മറ്റാരുമായിട്ടും തുലനം ചെയ്യേണ്ട Just use what God has given you. നമ്മൾ ചെയ്യേണ്ടത് ദൈവം എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് അത് നമ്മൾ ഉപയോഗിക്കുക. Then there is discomfort. അതിനുശേഷം ഒരു അസ്വസ്ഥതയുണ്ട്. He is not living in a physical estate. തന്റെ ജീവിതത്തില് ഏലിയാവും പൗലോസ് പോലുള്ളവര് വലിയ വസ്തുവകളൊന്നും അല്ല ഇവിടെ ഇട്ടിട്ട്. He has only some books, കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ, parchments, ചില ചുരുളുകളുണ്ട്, and a comforter. ഒരു പുതപ്പുണ്ട്. Because winter season is coming, Timothy, you please bring that. അതുകൊണ്ടാ പൗലോസ് പറയുന്നു, തണുപ്പ് കാലം വരുന്നു, തിമോഥെയോസേ നീ വരുമ്പോഴേ ആ പുതപ്പും കൂടെ ഒന്ന് കൊണ്ടുവരണേ. What are we leaving behind? നമ്മൾ എന്താണ് ഈ ഭൂമിയിൽ വിട്ടേച്ച് പോകുന്നത്? Even if you leave billions to your children, what are we going to achieve? കോടിക്കണക്കിന് ഡോളറോ രൂപയോ നമ്മൾ ബാങ്കിൽ ഇട്ടിട്ട് മക്കൾക്ക് വേണ്ടി കരുതിയിട്ട് പോയാലും നമ്മൾ എന്താണ് ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും. Musk fortune increased 250 billion a day. What is the use? ഒരു ദിവസം നമ്മൾ വായിച്ചു, ഇലോൺ മസ്ക് $250 ബില്യൺ തന്റെ ആസ്തി വർദ്ധിച്ചത്. എന്താണ് പ്രയോജനം? If he has no Jesus, he is nothing. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി അറിയുന്നില്ലെങ്കിൽ എന്താണ്? What are we leaving? നമ്മൾ എന്താണ് വിട്ടേക്ക്? Spiritual heritage or physical heritage? ആത്മീയമായ പാരമ്പര്യമാണോ അതോ ഭൗതികമായ പാരമ്പര്യമാണോ? Great opposition. വലിയ എതിർപ്പുകൾ. See, when you are useful and fruitful, നമ്മൾ പ്രയോജനമുള്ളവരായിട്ട് തീരുമ്പോൾ enemy will attack you. തീർച്ചയായിട്ടും ശത്രു That is always there. അതെല്ലായ്പ്പോഴും ഉണ്ട്. Our life is not going to be comfortable as such. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത്ര സുഖത്തിലായിരിക്കില്ല നമ്മുടെ ജീവിതം പോകുന്നത്. If our life is so much comfortable, നമ്മുടെ ജീവിതം എല്ലാ കാര്യങ്ങളും നല്ല സുഖിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ that means nothing is happening through us for the Lord. ഒരു കാര്യം ഓർത്തോണം, എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് സുഖിച്ചാ പോകുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ജീവിതത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. Even Satan also left us. പിശാചിന് പോലും നമ്മളെ വേണ്ട. So don't be over comfortable. നമ്മുടെ സുഖ Don't be over comfortable. നമ്മൾ ഒരിക്കലും There are always challenges, ജീവിതത്തിൽ difficulties, ബുദ്ധിമുട്ടുകൾ, oppositions, എതിർപ്പുകൾ, rejection. നമ്മളെ നിരാകരിക്കും. Rejection. തീർച്ചയായിട്ടും ഈ നിരാകരണങ്ങൾ നമ്മളെ that. പൗലോസ് ഇതിലൂടെ എല്ലാം കടന്നുപോയി. Let me stop with one word. So he is saying, Timothy, fulfill your ministry. തിമോത്തിയോസിനോട് പറയാണ്, തിമോത്തിയോസേ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നീ തികയ്ക്കുക. Don't deviate from it. അതിൽ നിന്ന് നീ മാറിപ്പോകരുത്. Don't take shortcuts. നിങ്ങളുടെ ജീവിതത്തിലെ കുറുക്കു വഴികളൊന്നും എടുക്കരുത്. Don't distract from there. വിശ്വാസത്തിൽ നിന്ന് മറ്റുള്ളവരെ നീ പിന്തിരിപ്പിക്കരുത്, നീയും പിന്തിരിയരുത്. Just focus on. യേശു ക്രിസ്തുവിൽ നീ ശ്രദ്ധ. Focus on the ministry. ശുശ്രൂഷയിൽ നിങ്ങളെ കേന്ദ്രീകരിക്കുക. It may not be the ministry standing in front of people that God has given you. It may be some other ministry. ഒരുപക്ഷെ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ കഴിവെന്ന് പറയുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ അല്ല, അത് മറ്റെന്തെങ്കിലും ആയിരിക്കാം. I know one of our cousins, she will write a birthday note every time. I mean, even before you wake up or even before you know that it is your birthday, she will write. എനിക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു കസിൻ ഉണ്ട്. ആ കസിനെ അറിയാവുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും അവർ രാവിലെ ഉണർന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഫോണിൽ വാട്സാപ്പിൽ ഹാപ്പി ബർത്ത്ഡേ നോട്ട് വരും, cheering their day.
അവരുടെ ആ ദിവസത്തിൽ അവരെ ഒന്ന് That പ്രോത്സാഹിപ്പിക്കുക. is their duty. That is their ministry. എൻ്റെ ഈ കസിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇതാണ്. That he is happy with that. അവൻ ഇതിൽ വളരെ സന്തോഷവാനാണ്. So fulfill your ministry. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണോ അത് നിങ്ങൾ It may be encouragement. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ. Just like Barnabas did to Apostle Paul. അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയിൽ ബർന്നബാസ് അതാണ് ചെയ്തത്. It may be hospitality. ഒരുപക്ഷെ മറ്റുള്ളവരെ അതിഥി സൽക്കാരമായിരിക്കാം. It may be understanding other problem. Many people don't understand others' problems. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാനും കേൾക്കാനും ഉള്ള ഒരു കഴിവായിരിക്കാം. It is not preaching and teaching all the time. എല്ലാ ശുശ്രൂഷയും ഈ പ്രസംഗവും പഠിപ്പിക്കലും അല്ല. What ministry God has given you? ദൈവം എന്ത് ശുശ്രൂഷയാണ് നിങ്ങൾക്ക് It may be very small ministry. വളരെ ചെറിയ ഒരു ശുശ്രൂഷയായിരിക്കാം. Maybe a service gift. ഒരുപക്ഷെ മറ്റുള്ളവരെ സേവിക്കുവാനുള്ള ഒരു കഴിവായിരിക്കാം. It is more service gift mentioned in the New Testament than other pulpit ministries. പ്രസംഗിക്കുന്നതിനേക്കാളും പഠിപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷിക്കുന്ന മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ആ വരത്തെ കുറിച്ചാണ്. Fulfill that. അത് നിങ്ങൾ പൂർത്തീകരിക്കുക. He fought the good fight. അപ്പോസ്തലനായ പൗലോസ് നല്ല പോർ പൊരുതു. Timothy, you also do that. തിമോത്തിയോസേ നീയും അത് തന്നെ ചെയ്യണം. It's not a physical fight, but it is a spiritual fight. ശാരീരികമായ ഒരു യുദ്ധമല്ല, ആത്മീകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധം. He finished the race. അവൻ തന്റെ ഓട്ടം തികച്ചു. It's not 100 meter, it's a marathon. ഈ ഒരു 100 മീറ്റർ ഓട്ടം പോലെയുള്ള ധൃതിയിലുള്ള ഓട്ടമല്ല, ഒരു മാരത്തോൺ മത്സരം പോലെ. See, those who finish marathon 40 kilometers, 26 miles, they all will get a certificate. മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുത്ത് 26.2 മൈൽ കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടും. It doesn't matter how you start. എങ്ങനെ തുടങ്ങി എന്നുള്ളതിന് അവിടെ കാര്യമില്ല. It matters how you end. എങ്ങനെ ആ ഓട്ടം തീർക്കുന്നു എന്നുള്ളതാണ്. It is good if you can start well and finish very well. നന്നായിട്ട് തുടങ്ങി നന്നായിട്ട് അവസാനിപ്പിക്കാമെങ്കിൽ വളരെ നല്ലതാണ്. But that's not the case of many people. They started very slow. കാരണം എന്നാല് അതിന്റെ സത്യം എന്ന് പറയുന്നത് അനേക ആളുകൾ വളരെ പതുക്കെയാണ് തുടങ്ങിയത്. But how you end up this race is the most important thing. എന്നാൽ ഈ ഓട്ടം എങ്ങനെ തികയ്ക്കുന്നു, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. I just want to say along with Apostle Paul, I have fought the good fight, I have finished the race, I have kept the faith. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഈ വാക്കുകളോട് ചേർന്ന് ഞാനും പറയട്ടെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. Thank you so much. God help us. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. Thank you for this opportunity. Thank you for your prayers.